നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നമ്മൾ ഇപ്പോൾ പുതിയ കഥയായ നിധിയുടെ, സുഭാഷിന്റെ, സുധീഷിന്റെ ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാണാനായിട്ട് താല്പര്യമുള്ളവർ ആ കഥ കൂടി കാണണം കേട്ടോ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയല്ലോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നന്ദിനി വിക്രത്തെ പുറത്തേക്ക് വിളിക്കുകയാണ്. അപ്പോഴേക്കും വേദയ്ക്ക് കാര്യം മനസ്സിലായി. നന്ദിനി അടുത്ത് എല്ലാം കൊടുക്കാനാ പായസത്തിനകത്ത് ഉറക്കഗുളിയെ ചേർത്തെന്നുള്ള കാര്യം ഇപ്പം നന്ദിനി അടുത്ത് പറയും. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നറിയില്ല. വേദ ഒന്നും മിണ്ടാതെ അകത്ത് നിന്നു. ആ സമയം വിക്രം പുറത്തേക്ക് നിന്നു. എന്താ നന്ദിനി അടുത്ത്, എന്താ വിളിച്ചേ? എടാ വിക്രം, നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളൊരു ഒന്നൊന്നര മുതൽ തന്നെയാ. എന്താ നന്ദിനി അടുത്ത്, എന്താ കാര്യം? ഇന്നലെ വൈകുന്നേരം നിനക്ക് പായസം കുടിക്കാൻ കൊണ്ട് തന്നായിരുന്നു. അതിനകത്തെ ഉറക്കഗുളിയോ പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉറക്കഗുളിയോ? നന്ദിനി അടുത്തോട് ആരാ പറഞ്ഞേ? ആര് പറയാനാ, ഞാനും അതുകൂട്ട് കുറച്ച് കുടിച്ചായിരുന്നു. ഞാനും പോത്തുപോലെ കിടന്നുറങ്ങി. ഞാനും താമസം എഴുന്നേറ്റെ. ഇന്നലെ പക്ഷേങ്കിൽ അവൾ എന്നോട് പറഞ്ഞായിരുന്നു ഉറക്കഗുളിയോ പൊടിച്ച് ചേർത്തെന്ന്. പക്ഷെ ഞാൻ ഇത്രയ്ക്കത് വിശ്വസിച്ചില്ല കേട്ടോ. നിനക്ക് കൊണ്ട് തരാനായിട്ട് വെച്ച് പായസം ആദ്യം ഞാനെടുത്ത് കുടിച്ചതാ. അപ്പോഴേ എന്നോട് പറഞ്ഞു അതിനകത്ത് ഉറക്കഗുളിയ ഉണ്ടെന്ന്. ഞാൻ കാണുകയും ചെയ്തടാ. അടുക്കളയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ശ്രീജാടത്തിയുണ്ട്, വേദയുമുണ്ട്. അവർ രണ്ടുപേരും കൂടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് വിക്രത്തിനുള്ളതാണ്. അവരതിനകത്ത് ഉറക്കഗുളിക പൊടിച്ച് കൊടുത്തിട്ടാണ് കൊണ്ടുതന്നെ. അതിൻ്റെ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോഴേക്കും വിക്രം സത്യമാണോ നന്ദിനി അടുത്ത് പറയുന്നത്? എടാ ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ? വിനായകനാണെങ്കിൽ സത്യം ഉള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ? എടാ എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു, നിന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്താന്ന് തോന്നേ. നിന്നെ ഉറക്കി കിടത്തിയിട്ട് അവൾക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നീ അവളോട് ചെന്ന് ചോദിച്ചു നോക്ക് എന്ത് കാര്യസാധ്യത്തിന് വേണ്ടാന്ന്. അല്ല, ശ്രീജേടത്തി ആ കൂടെ കൂടിയില്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് സങ്കടം. ശ്രീജേടത്തിയും കൂടെ അവൾ മയക്കെടുത്തിരിക്കുവാടാ. ഇങ്ങനെ പോയാൽ വിക്രം മിക്കവാറും അവൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെക്കും. വിക്രത്തിന് മനസ്സിലായി അവൾ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്നുള്ള കാര്യം. വേദ അന്നായത് അവളോട് തന്നെ ചോദിച്ചിട്ട് കാര്യം. വിക്രം നീ ഇത് വെറുതെ വിടല്ലോ കേട്ടോ, നീ ഇപ്പം തന്നെ അവളോട് ചോദിക്കണം. അതൊക്കെ പറഞ്ഞ് നന്ദിനി എരിവരി കയറ്റി കൊടുത്ത് വിക്രത്തിനെ മനസ്സിലാക്കി. എന്നിട്ട് അങ്ങോട്ടേക്ക് പോയി. ഇത്തിരി കഴിഞ്ഞപ്പം വിക്രം മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വേദ അവിടെ ഇരിക്കുന്നുണ്ട്. വേദയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, സത്യം പറ, ഇന്നലെ നീ എനിക്ക് തന്ന പായസത്തിനകത്ത് ഉറക്കഗുളിയെ പൊടിച്ച് ചേർത്തായിരുന്നു. അപ്പം വിക്രം ഓർത്തെ വേദ ആ കാര്യം നിഷേധിക്കൂന്നാ. പക്ഷെ വേദയ്ക്ക് നിഷേധിക്കേണ്ട കാര്യമില്ല. എന്താണ് നീ പറഞ്ഞേ? ചേർത്തെന്നോ? അതെ. ഞാനെന്തിനാ കള്ളത്തരം പറയുന്നേ? എന്തിനാ നീ അത് ചെയ്തത്? എന്തിനാന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ ഇന്നലെ നിങ്ങളുടെ ബാക്കി കമ്പനിക്കാരോടൊപ്പം ചേർന്ന് ആ തേരാട്ട് ശ്രീധരൻ സാറിനെ പൊക്കിക്കൊണ്ട് പോകാൻ ഉദ്ദേശിച്ചല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് ആ പ്ലാൻ മുടക്കാൻ വേണ്ടിയിട്ടാ. എടീ നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അടിക്കാനായിട്ടോ കൈ ഓങ്ങി. അപ്പോഴേക്കും വേദ പറഞ്ഞു, എന്നെ തൊട്ടാലുണ്ടല്ലോ വിവരം അറിയും. ഭർത്താവൊന്നും ഞാൻ നോക്കത്തില്ല, എൻ്റെ ദേഹം നിന്നോട്ടെ ഞാൻ തിരിച്ചും തരുമെന്ന് പറയാം. വിക്രം ഉയർത്തിയ കൈ താഴേക്കിട്ടു. അപ്പോഴേക്കും വേദ പറഞ്ഞു, നിങ്ങളെന്താ വിചാരിച്ചോണ്ടിരുന്നേ? നിങ്ങൾ മനസ്സിൽ കരുതുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ പറ്റുമെന്നോ? നീ എന്തിനാടി അങ്ങനെ ചെയ്തേ? എന്തിനാ ചെയ്തേന്നോ? അങ്ങനെ ഞാൻ ഇന്നലെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ലോക്കപ്പിൽ കിടന്നേരം. അയാളെപ്പോഴും മനുഷ്യനെ പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പോലീസുകാർ നിങ്ങളെ വെറുതെ വിടുവോ? അല്ലേ തന്നെ ചുറ്റും ശത്രുക്കളാണ് നിങ്ങൾക്ക്. ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളെല്ലാം ഒത്തുകൂടും. MLA വാസവസായതുകൊണ്ട് പിന്നെ അറിയാലോ നിങ്ങൾ സ്റ്റേഷനിലായിരിക്കും ഇന്ന്, ലോക്കപ്പിൽ കിടക്കുമെന്ന്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാ ഇന്നലെ ഞാൻ അങ്ങനെ ചെയ്തേ. നിനക്ക് തലയ്ക്കകത്ത് ഇത്തിരി ബോധമില്ലേ? ഇത്രയെങ്കിലും ബോധം ഉണ്ടായിരുന്ന നീല വിവരദോഷിയെന്ന് വിളിക്കായിരുന്നു. വെറുതെ അല്ല പോത്തേന്ന് വിളിക്കുന്നത്. ശരിക്കും വെട്ടുപോത്ത് തന്നെയാ. എന്താടി നീ വിളിച്ചേ? സത്യം തന്നെ. ഇത്രയെങ്കിലും ബോധമുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് മുതിരുവോ? ആ ശ്രീനിവാസൻ എന്തേലും പറഞ്ഞെന്ന് കേട്ടോണ്ട് കാള പെട്ടെന്നോർത്ത് ഉടനെ എന്നെ കയറെടുക്കാൻ പോവല്ലേ വിക്രം. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എൻ്റെ ജീവിതം അത് ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയോട് ദേഷ്യപ്പെട്ടു. ആ സമയത്ത് നന്ദിനി കമലയുടെ അടുത്തേക്ക് വന്നു. കമലയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മ ഇവിടെ നടക്കുന്ന വല്ല കാര്യങ്ങളും അറിയുന്നുണ്ടോ? എന്ത്? എനിക്കും വിക്രത്തിനും ഇന്നലെ ഉറക്കഗുളിയ പൊടിച്ചു വന്നു വേദ. ഉറക്കഗുളിയ? അതേന്നേ, വിക്രത്തിന് പായസം കൊണ്ടുപോയതാ. കഷ്ടകാലം പിടിക്കാണ്ട് ഞാനിത് മേടിച്ച് കുടിച്ചു. അപ്പത്തോട് ഞാൻ ഉറക്കം തുടങ്ങി. അതുമാത്രമല്ല വിക്രത്തിനും പൊടിച്ചു കൊടുത്തായിരുന്നു അവള്. എന്തിനാ അവൾ അങ്ങനെ ചെയ്തേ? അതൊന്നും എനിക്കറിയില്ല, അമ്മ ചോദിക്കണം. അവൾ ഈ വീട്ടിൽ പല ഗൂഢാലോചന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീജേടത്തിയും കൂടിയിട്ടുണ്ട്. ശ്രീജേടത്തി അവളും കൂടെ ചേർന്നിട്ട് എന്തോ ഒരു പ്ലാനാ. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടായിരുന്നു അവർ പ്ലാൻ ചെയ്യുന്നേ. അപ്പം എന്നോട് പറഞ്ഞെന്താ, നന്ദിനിയടുത്തേക്ക് ഒതളങ്ങ പറിച്ച് തരൂന്നൊക്കെ. അത് വിഷമല്ലേ അമ്മേ?
എന്നാലും എൻ്റെ അമ്മേ എനിക്കിവിടെ നിൽക്കാൻ പോലും പേടിയപ്പോൾ അവള് ഉറക്കുകളെ വരെ പൊടിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം കമൽ പറഞ്ഞേ അവൾ അങ്ങനെയും ചെയ്യത്തില്ല എൻ്റെ അമ്മേ, അല്ലെങ്കിൽ അവളോട് തന്നെ പോയി ചോദിച്ചു നോക്ക എന്ന് പറഞ്ഞു. ഈ സമയത്ത് വേദം മുറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നു. വിക്രം പിന്നാലെ തന്നെ വരുവാണ്. ശ്രീജയും കൂടെ വന്നു. ശ്രീജയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല ശ്രീജടുത്തി എന്ത് പരിപാടിയാണ് കാണിച്ചേ? വേദയോടൊപ്പം ചേർന്നല്ലോ. വിക്രം, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിനക്കൊരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കണം. അപ്പോഴേക്കാണ് കമല അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. കമലയോട് നന്ദിനിയോട് ചോദിക്ക് എന്ന് പറഞ്ഞു. വേദയോട് വന്നിട്ട് ചോദിച്ചു, അല്ല വേദേ, നീ ഇന്നലെ വിക്രത്തിന് പായസം ഉണ്ടാക്കി കൊടുത്തായിരുന്നോ? കൊടുത്തായിരുന്നു. അതിനകത്ത് ഉറക്കുകൂളിയോ പൊടിച്ചിട്ടായിരുന്നോ? അപ്പോഴേക്കും കമലയും ഞെട്ടി. ആ സമയം വിക്രം പറഞ്ഞു, അവളുടെ അഹങ്കാരത്തിനുണ്ടല്ലോ, അവളുടെ കർണം അടിച്ച് ഞാൻ പൊട്ടിക്കുക വേണ്ടത്. അപ്പോഴേക്കും വേദയോട് കമല ചോദിച്ചു, നീ എന്തിനാ മോളെ അങ്ങനെ ചെയ്തേ? കാരണം വേദ ഒരു കാരണമില്ലാതെ ചെയ്യത്തില്ലെന്നറിയാം. അമ്മേ, ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അമ്മയുടെ മോൻ ഇന്നും ലോക്കപ്പിൽ കിടന്നേനം. അമ്മ ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നേനം. ഇനിയും കൂടെ വിക്രം ലോക്കപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ പുറത്തിറക്കാനായിട്ട് നമ്മൾ പിന്നാലെ നടക്കേണ്ട വന്നേനം. എല്ലാ ശ്രീനിവാസൻ കാരണമാണ്. അയാൾ പറഞ്ഞിട്ടാണ് വിക്രം അങ്ങനെയൊക്കെ ചെയ്യാൻ മുതിർന്നേ. വിക്രത്തിന് ഇപ്പോഴും ഗുണ്ടാപ്പണി തന്നെയാ. വിക്രം അത് നന്നാക്കാനായിട്ട് തീരുമാനിച്ചില്ല. വിക്രത്തിൻ്റെ ജീവിതം ഇപ്പോഴും ശ്രീനിവാസന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നേ. കമലയ്ക്ക് ഏകദേശം കാര്യം മനസ്സിലായി. കമല എന്നിട്ട് ചോദിച്ചു, സത്യമാണോടായി പറയണേ? എന്താടാ കേട്ടെന്ന് ചോദിക്കണം. ഇന്നലെ നീ ആ തേരാട്ട് ശ്രീധരൻ സാറിനെ തട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിച്ചായിരുന്നോ? അമ്മ, അത് പിന്നെ ഞാൻ നിന്നോട് ആണോ അല്ലയോ? അത് ഞാൻ പറഞ്ഞു തീരുമല്ലോ. ഒറ്റയടിയായിരുന്നു ആ കാരണം തീർത്ത്. നന്ദിനിയെ ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ വേദയൊക്കെ. അവരും പ്രതീക്ഷിച്ചില്ല. എടാ, നീ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് കരുതി ഞാൻ ഇരിക്കുമായിരുന്നു. പക്ഷെ എൻ്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചടാ. നിന്നെ പോലൊരു മകനെ ഞാൻ പ്രസവിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്പം എനിക്ക് കുറ്റബോധം തോന്നേ. എടാ, നീ അയാൾക്ക് വേണ്ടിയിട്ട് ആ ശ്രീനിവാസന് വേണ്ടിയിട്ട് കൊല്ലാനും ചാകാനും നടക്കുക. പക്ഷെ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. നിന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്. ജന്മം നൽകിയവരെ നീ മറന്നുപോയില്ലേ? ഒരിക്കലും നിന്നെ ഇത്ര ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. പലരും പലതും പറയുമെങ്കിലും പക്ഷെ നീ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാണുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പോയി ഞാൻ വഴിപാട് നേർച്ചകളൊക്കെ നടത്തും. എന്നിട്ടോ നീ നിന്റെ തോന്നിയാസം നടക്കുമല്ലേ? അത് പിന്നെ അമ്മ, ഞാൻ ഒന്നും മിണ്ടരുത്, ഒരക്ഷരം പോലും മിണ്ടാക്കരുത്. നീ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ, നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇനി നീ പുറത്തിറങ്ങുന്ന എനിക്കൊന്ന് കാണണം. അത് പറഞ്ഞിട്ട് കമല അകത്തേക്ക് കയറിപ്പോയി. വേദയെ വിക്രം രൂക്ഷമായിട്ട് നോക്കി. വേദ അത് മൈൻഡ് ചെയ്യാൻ പോയില്ല. പിന്നീട് വേദ കമലയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കമല വിഷമിച്ചിരിക്കുക. വേദ എന്നിട്ട് പറഞ്ഞു, അമ്മ സങ്കടപ്പെടണ്ട, അമ്മ എന്തിനാ വിഷമിക്കണേ? അപ്പോഴേക്കും കമല പറഞ്ഞു, എന്നാലും നിന്നെ ഞാൻ മനസ്സിലാക്കാൻ വൈകിയല്ലോ മോളെ. കാരണം നീ അവന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നു. അവൻ നന്നായി കാണാൻ നീ ആഗ്രഹിക്കുന്നു. പക്ഷെ സാധിക്കുന്നില്ലല്ലോ. വേദ പറഞ്ഞു, അമ്മ എന്തിനാ സങ്കടപ്പെടുന്നേ? അമ്മ സങ്കടപ്പെടണ്ട, അമ്മ സമാധാനമായിട്ടിരിക്കുക. നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? നിനക്കറിയാലോ, നീ ഇവിടെ വന്നപ്പോൾ മുതൽ കാണുന്നല്ലേ, അവന് വേണ്ടിയിട്ട് ഞാൻ മാഷിനോട് പോലും ഞാൻ തല്ലുപിടിക്കാറുണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട്. അവന് വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ബാധിക്കുന്നേ. എന്നിട്ടോ അവൻ കാണിച്ചു കൂട്ടുന്നത് കണ്ടില്ലേ? അമ്മേ, വിക്രത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. വിക്രത്തെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിച്ചു വിട്ടിരിക്കുക ആ ശ്രീനിവാസന്. അയാളുടെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷിച്ചേ മതിയാവുള്ളൂ. വിക്രയെ ഗുണ്ടാപ്പണി നിർത്തണം. ഒരു കാര്യം ചെയ്യാൻ മോളെ, അവനെ അങ്ങോട്ട് പിടിച്ച് കെട്ടിയിടാം. അങ്ങനെ കെട്ടിയിട്ടോണ്ടൊന്നും കാര്യമില്ലമ്മേ. പിന്നെ എന്ത് ചെയ്യണം? ഒരു മാസത്തേക്കെങ്കിലും വിക്രത്തെ ഈ കൂട്ടുകെട്ടിൽ നിന്ന് പിന്മാറ്റണം. വിക്രം ഒരു മാസത്തേക്കെങ്കിലും ഗുണ്ടാപ്പണിക്ക് പോകാതിരിക്കണം. ഒരു മാസം ഈ വിക്രം വീട്ടിൽ കാണുവാണെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. അപ്പോഴേക്കും കമൽ പറഞ്ഞു, അങ്ങനെ ഒരു മാസം അവൻ പുറത്തിറങ്ങാതിരിക്കുമോ? അതെ, ആ ശ്രീനിവാസനുമായിട്ട് ഒരു കണക്ഷനും പാടില്ല. ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യം നടക്കും. ഒടുവിൽ കമൽ പറഞ്ഞു, നമുക്ക് ആലോചിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോയെന്ന്. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഒരു കാര്യം ഉണ്ടമ്മേ. എന്താ? അല്ല, വൃശ്ചിക മാസമല്ലേ വരാൻ പോകുന്നേ. നമുക്ക് വിക്രത്തെ കൊണ്ടും ശബരിമലയ്ക്ക് പോകാൻ മാല ഇടിച്ചാലോ? മാല ഇടിക്കണോ? അതെ, അങ്ങനെ മാല ഇടിക്കുവാണെങ്കിൽ, ചില മാല ഇടുവാണെങ്കിൽ വിക്രത്തിന് മാറ്റം ഉണ്ടായാലോ? അങ്ങനെ വരുമോ? അവൻ മാലയിടുന്ന് എനിക്ക് തോന്നില്ല. അവന് ഇത്ര കാലമായിട്ട് ഇപ്പം മാല ഇട്ടിട്ടില്ല. അവനിപ്പോൾ അതിനോടൊക്കെ ഒരു വല്ലാത്തൊരു മനോഭാവമാണ്. അവനങ്ങനെ നോയമ്പൊക്കെ എടുക്കണ്ടേ? നോയമ്പൊക്കെ എടുക്കും തോന്നുന്നുണ്ടോ അമ്മേ? അങ്ങനെ മാല ഇടിയിക്കുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്താൻ പറ്റും. വിക്രത്തെ നമുക്ക് നേർവഴി കൊണ്ടുവരാൻ പറ്റും. സാധിക്കുമോ? ഒടുവിൽ കമല പറഞ്ഞു, ശരി, നമുക്ക് നോക്കാം. അങ്ങനെ അമ്മയും മരുമോളും കൂടി ആ തന്ത്രങ്ങളൊക്കെ മെനയുവാണ് വിക്രത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഇനി കാണാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതൊക്കെ ആയിരിക്കും. നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു വിക്രം മാലയിട്ട് നിൽക്കുന്നതൊക്കെ. വിക്രം മാലയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് ഇപ്പോൾ
ഗുണ്ടാപ്പണിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിക്രത്തെ നന്നാക്കി എടുക്കാനൊരു മോഹമുണ്ട് വേദയ്ക്കും കമലയ്ക്കൊക്കെ. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.